വി.ഡി. സതീശനും കോൺഗ്രസിനും വാഴ്ത്തുപാട്ടുകളുമായി വന്ന മാധ്യമപ്രവർത്തകയ്ക്ക് സന്ദീപ് വാചസ്പതി കൊടുത്ത മറുപടി നമുക്കൊന്ന് കേട്ടാലോ. മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ മാത്രമേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ. RSPയുടെ പിന്തുണ, കേരള കോൺഗ്രസ് ജോസഫിന്റെ പിന്തുണ, ഇതൊക്കെ വി.ഡി. സതീശനുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിന്റെ പിന്തുണയിലും RSPയുടെ പിന്തുണയിലും നിങ്ങൾക്ക് പ്രശ്നമില്ല. മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ മാത്രമാണ് പ്രശ്നം. അതിനെ എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത് ശ്രീ സന്ദീപ് വാചസ്പതി? കേരള കോൺഗ്രസ് ഇവിടുത്തെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് ഭരണം പിടിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല. RSP ഏതെങ്കിലും ജാതിക്കോ മതത്തിനു വേണ്ടിയാണ് ഭരണം പിടിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ പ്രഖ്യാപിച്ചത് ലീഗാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിൽ അസ്വാഭാവികതയുള്ളത്. അതാണ് ഞങ്ങളുടെ ആശങ്ക. അങ്ങനെ പറഞ്ഞതാണ് ആശങ്ക. അത് മറ്റേത് രണ്ടും പൊളിറ്റിക്കൽ പാർട്ടികളും ഇതൊരു മതപാർട്ടിയുമാണ്. ആ മതപാർട്ടി മതത്തിനു വേണ്ടി അധികാരം പിടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു അസ്വാഭാവികത ഞങ്ങൾക്ക് തോന്നുന്നേ. ഞങ്ങൾക്ക് തോന്നാൻ ജനാധിപത്യം ഞങ്ങൾക്ക് ഇതിൽ റൈറ്റ് ഇല്ലേ? മതത്തിന് വേണ്ടി അധികാരം പിടിക്കുന്നു എവിടെയാണ് ഔദ്യോഗികമായി പറഞ്ഞത്? മുസ്ലിം ഭരണം കൊണ്ടുവരാനാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുസ്ലിം മുഖ്യമന്ത്രിയാക്കാനാണ് ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയം നടത്തുന്നത്. മുസ്ലിം ലീഗ് എവിടെയാണ്? ജമാഅത്തെ മുസ്ലിം ലീഗ് പറഞ്ഞ KM ഷാജിയുടെ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇത്തവണ ആർക്കായിരുന്നു? എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത നിലപാടെന്താ? 2047 ആകുമ്പോൾ ഇന്ത്യ എന്താക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത നിലപാട്? അതും കൂടെ പറയും നിഷ. ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലീൻ സ്ലേറ്റിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ശ്രീമാൻ വി.ഡി. സതീശനല്ലേ? ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ നിലപാട് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫൈ ചെയ്തത് ശ്രീമാൻ വി.ഡി. സതീശനാ. ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളത് ഉപേക്ഷിച്ചു എന്ന്. അപ്പൊ അവിടെ നോക്കൂ, നിങ്ങൾ പറഞ്ഞ വി.ഡി. സതീശന്റെ വാഴ്ത്തുപാട്ട്. ആദ്യ ദിവസം തന്നെ സത്യത്തിൽ ഞാൻ പറയേണ്ട ഒരു കാര്യം, ആദ്യ ദിവസം തന്നെ ഇത് ചർച്ചയാവരുതായിരുന്നു. കാരണം ഇവിടെ ശ്രീമാൻ വി.ഡി. സതീശൻ, നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ടിൽ പറയുന്നുണ്ടല്ലോ നിലപാടുകൾ അദ്ദേഹം ആർക്കെതിരെയാ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു ഞാൻ മത സാമുദായിക നേതാക്കളുടെ തിണ്ണ നിരങ്ങില്ല. ശരിയാണ്, NSSന്റെ SNDPയുടെ തിണ്ണ നിരങ്ങാൻ പോയില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെയും കാന്തപുരത്തിന്റെയും മറ്റ് സാമുദായിക നേതാക്കന്മാരുടെ തിണ്ണ അദ്ദേഹം നിരങ്ങിയിട്ടുണ്ട്.